വാട്സാപ്പ് യൂട്യൂബ് ഫ്ലെക്സിബിൾ ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ലീഡിംഗ് ഡെലിവറി കമ്പനിയായ ഷാഡോ ഫാക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഷാഡോ ഫാക്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറയാൻ വേണ്ടി കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ ഒരുപാട് കമൻറ്റ് സെക്ഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ ഈ അടുത്താണ് കിട്ടിയത്. അപ്പോൾ അതിനോടാണ് ഇന്ന് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ടോ. പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഞാനിവിടെ ആകെ ലോക്കായി പോയത്. അപ്പോൾ ഡീറ്റെയിൽസ് ഇപ്പം കിട്ടിയപ്പോൾ ഇപ്പം തന്നെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ബാക്കിയുള്ള കമ്പനിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഷാഡോ ഫാക്സിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ഫുഡ് ഡെലിവറി, പാർസൽ ഡെലിവറി, ഗ്രോസറി ഡെലിവറി, പോരാത്തിന് ബൈക്ക് ടാക്സിയും കൂടെ ഇവരൊരു സർവീസിൽ പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ 4 സർവീസും, അതായത് പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ 4 സർവീസും, ഈ 4 സർവീസും വരുന്ന ഒരൊറ്റ ആപ്പ് കൂടിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ബാക്കിയുള്ള കമ്പനിയൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സൊമാറ്റോ ആണെങ്കിൽ ബ്ലിങ്കിറ്റ് വേറെ, ഫുഡ് ഡെലിവറി വേറെ, അങ്ങനല്ലേ. പക്ഷേ ഷാഡോ ഫാക്സിൽ വരുമ്പോൾ ഈ 4 സർവീസും, അത് ബൈക്ക് ടാക്സി അടക്കം ഈ ഒരു ഒറ്റ സർവീസിലാണ് വരുന്നത്. ഈ 4 സർവീസിൽ എനിക്ക് അടിപൊളി തോന്നിയ സർവീസ് ഫുഡ് ഡെലിവറി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് സോണില്ല, ലോഗിങ് ക്രൈറ്റീരിയ ഇല്ല, നമുക്ക് ഷിഫ്റ്റ് ടൈം കാര്യങ്ങളൊന്നുമില്ല, ആരും കൺട്രോൾ ചെയ്യാനുമില്ല. അപ്പോൾ അതിന് കുറച്ചും കൂടെ എനിക്ക് തോന്നിയത് ബാക്കിയുള്ള സർവീസ് മോശമെന്നല്ല, എന്നാലും ഉള്ളതിൽ ഈ 4 എണ്ണത്തിലും കൂട്ടത്തിൽ അടിപൊളി തോന്നി എനിക്ക് ഫുഡ് ഡെലിവറിയാണ്. അത് മാത്രമല്ല, ഈ ഷാഡോ ഫാക്സിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ, അപ്പോളോ, റിബൽ, ഈ 4 കമ്പനികളുടെയും ഓർഡർ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഈ അപ്പോളോ, റിബൽ നമുക്ക് കേരളത്തിലുണ്ടോയെന്ന് അറിയില്ല. കേരളത്തിൽ എനിക്ക് ഒന്ന് സ്വിഗ്ഗിയും സൊമാറ്റോ തന്നെയാണ് ആക്റ്റീവായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്വിഗ്ഗിൻ്റെയും സൊമാറ്റോൻ്റെ ഓർഡറും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഒറ്റ ആപ്പ് കൂടെ തന്നെ കിട്ടും. അതായത് ഷാഡോ ഫാക്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, സൊമാറ്റോയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ സ്വിഗ്ഗിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വിഗ്ഗിൻ്റെ ഓർഡർ മാത്രം കിട്ടും. ഇപ്പോൾ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സൊമാറ്റോൻ്റെ ഓർഡർ മാത്രം കിട്ടും. പക്ഷേ നമ്മൾ ഷാഡോ ഫാക്സിൽ ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിഗ്ഗിൻ്റെ ഓർഡറും കിട്ടും, സൊമാറ്റോൻ്റെ ഓർഡറും കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഓർഡർ കൊടുത്തിട്ട് അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എവിടെയാണോ ഓർഡറില്ല, അതായത് സൊമാറ്റോയിലാണെങ്കിൽ സൊമാറ്റോൻ്റെ ഓർഡർ കിട്ടും, സ്വിഗ്ഗിനാണെങ്കിൽ സ്വിഗ്ഗിൻ്റെ ഓർഡറും കിട്ടും. അപ്പോൾ ഇതിൽ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഷാഡോ ഫാക്സിൽ വർക്ക് ചെയ്യുമ്പോൾ. ഫുഡിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. ബാക്കി മോശമെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നന്നായി തോന്നിയെങ്കിൽ ഫുഡ് ഡെലിവറി തന്നെയാണ്. ഇനി ഷാഡോ ഫാക്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കാര്യം ഫുൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോൾ 24 മണിക്കൂർ വേണ്ടി വരും തോന്നില്ല. ഓക്കെ, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഐഡിയും കാര്യങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ വർക്കിന് ഇറങ്ങാൻ വേണ്ടി പറ്റുട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോസ് ഇല്ലാതെ, വർക്ക് പ്രഷർ ഇല്ലാതെ, അതുപോലെ പോസ്റ്റ് ആവാനൊക്കെ നിങ്ങൾ ഡെലിവറി ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഷാഡോ ഫാക്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഐ ഡി എല്ലാം ആക്റ്റീവ് ആക്കിയോ. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഗായ്സ്, നിങ്ങൾക്ക് ഷാഡോ ഫാക്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ആപ്പും കാര്യം ഇൻസ്റ്റാൾ ചെയ്താൽ ഇതേപോലെ ഇൻ്റർഫേസാണ് വരിക. ഇതിൽ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്നോട് തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ വരാണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ കോൾ മാത്രമാണത്. ഗൈസ്, അങ്ങനെയെങ്കിൽ OTP കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. OTP എന്താ വരുന്നത്? ഓക്കെ, അത് OTP അടിച്ച് നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ള അവിടെ നമ്മളെ ഫുൾ നെയിമാണ് കൊടുക്കുക. അതിൽ എൻ്റെ പേര് കൊടുക്കുന്നുണ്ട്, അശ്വിനസ്, എൻ്റെ ജെൻഡർ, അതേപോലെ തന്നെ ഞാൻ നമ്മളെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്കറ്റ് പോകണം. അതിനുശേഷം നമ്മളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. അതിനെന്തൊക്കെയാണ് വേണ്ടി എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഏത് വണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ബൈക്ക് ഉണ്ട്, ട്രക്ക്, മിനി വാന്, സൈക്കിള്, റെൻ്റ് വെഹിക്കിൾ, EV ബൈക്ക്, EV സൈക്കിള്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതിൽ പറയുന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, സെൽഫി വേണം. അങ്ങനെ നിങ്ങളുടെ ഈ 3 ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇതാണ് നമ്മുടെ ഷാഡോ ഫാക്സിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ബാക്കിയുള്ള കമ്പനികളെ പോലെ നമുക്ക് സോണോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആണല്ലേ, നമുക്ക് ഇതിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഓർഡർ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓഫ്ലൈൻ പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഓഫ്ലൈൻ നമുക്ക് ഓൺലൈൻ ആക്കാം. പക്ഷേ നിങ്ങൾക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 24 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഐഡിയും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവുള്ളൂ. ആക്റ്റീവ് ആയിക്കാൻ നിങ്ങൾക്ക് വർക്കിന് ഇറങ്ങാൻ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ സ്ലോട്ട്സാണ് അവൈലബിൾ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു താഴെ സ്ലോട്ട്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആപ്പിന് ഫുൾ ഡീറ്റെയിൽസ് എന്നാൽ വേറെ ചെയ്യുന്നുണ്ട്, നല്ല ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ സ്ലോട്ടാണ് ഉള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ എന്തൊക്കെ കമ്പനികൾ ഓർഡർ നമുക്ക് എടുക്കാം ഇവിടെ കാണാം. E-commerce ഉണ്ട്, അതായത് ഫ്ലിപ്കാർട്ട്, പിന്നെ പിക്കപ്പ് മൾട്ടിപ്പിൾ ഷിപ്മെൻറ്റ് ഫ്രം ദ ഹബ്, ഡെലിവറി ടു കസ്റ്റമർ ആൻഡ് റിട്ടേൺ ബാക്ക് ടു ദ ഹബ്. അതായത് നമുക്ക് ഫ്ലിപ്കാർട്ട്, E-കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള ഡെലിവറിയും കാര്യങ്ങൾ നമുക്ക് ഷാഡോ ഫാക്സിൽ കൂടെ എടുക്കാം.
പിന്നെ ഊബർ ബൈക്ക് ടാക്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നോ മോർ കൊടുത്താൽ നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഷാഡോ ഫാക്സിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ വരുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ എന്തായാലും വേറെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത പുതിയ വീഡിയോ കാണാം. ബായ്.